പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വടുകപ്പുളി എന്നും മാതള നാരങ്ങ എന്നും ഒക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിന്റെ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ആകെ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം. ഞാൻ ഒരു മാതള നാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി നന്നായിട്ട് ഒരാഴ്ച വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഇതിനകത്ത് ഉപ്പും വിനീഗറും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻസ് ആയ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മഞ്ഞ നിറത്തിൽ ഇരിക്കും എൻ്റെ ഈ കറി. സദ്യക്കെല്ലാം ഈ വടുകപ്പുളി അച്ചാർ എല്ലായിടത്തും ലഭ്യമാണ്. കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടുന്നുണ്ട്. അതിലേക്ക് വടുകപ്പുളി ചേർക്കുന്നു. ഞാൻ ഇതിനൊരു കയ്പുമില്ല, ഇത് വെറുതെ തിന്നാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇതിങ്ങനെ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ച് നാൾ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇത് എപ്പോഴും വേണമെങ്കിലും വെറുതെ നമുക്ക് എടുത്ത് കഴിക്കാം, ഒട്ടും കയ്പ് കാണില്ല. ഇത് കറിനാരങ്ങ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. കറിനാരങ്ങ എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൽ ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഈ മഞ്ഞപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. ഒരു 2 സ്പൂൺ വിനീഗറും കൂടെ ഞാൻ ചേർക്കുകയാണ്. എൻ്റെ വടുകപ്പുളി അച്ചാർ റെഡി. ഇത് വേണമെങ്കിൽ മുളക് പൊടി ചേർത്തും ഉണ്ടാക്കാം. ഇതിപ്പോ ഞാൻ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.